ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇരമ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇരമ്യാ പ്രവചനം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇരമ്യാവ് തുടങ്ങുന്നത്. അവർ ദൈവത്തെ വിട്ടുപോയി എന്ന് മാത്രമല്ല, അന്യ ദൈവങ്ങളെ ചെന്ന് അവരുടെ ദൈവമായി ആരാധിച്ചു. ഇങ്ങനെ പാപത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ഇരമ്യാവ് പറയുന്ന പ്രവചനമാണ്, ബാബേൽ രാജാവ് നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട്, നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നുപോയതുകൊണ്ട് ബാബേൽ രാജാവ് ഈ ദേശത്തേക്ക് കടന്നു വരികയും ഈ ദേശത്തെ നശിപ്പിക്കുകയും ശൂന്യമാക്കുകയും ഇവിടുത്തെ ജനത്തെ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോകും, രാജാക്കന്മാരെ പിടിച്ചുകൊണ്ടുപോകും. ഇത് പറഞ്ഞ് ഒരു പ്രവാസത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുന്നു എന്ന് മാത്രമല്ല, അത് ഉണ്ടാകാതിരിക്കുവാൻ, നിലവിളിക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്ന അധ്യായമാണ് 4-ാം അധ്യായം. 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ജനത്തോട് ആവശ്യപ്പെടുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. 4-6 ഇതു നിമിത്തം രട്ടുടുക്കുവീൻ, വിലപിച്ചു മുറയിടുവീൻ, യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ട് മാറിയിട്ടില്ലല്ലോ. വിലാപങ്ങളുടെ പുസ്തകം മുഴുവനായി വായിച്ചാൽ ഇസ്രായേലിന്റെ പ്രവാസത്തെക്കുറിച്ച് കരയുന്ന ഇരമ്യാവിന്റെ കരച്ചില ആ അധ്യായങ്ങളിൽ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ജന പൂർണ്ണമായിരുന്ന നഗരം എങ്ങനെ ശൂന്യമായി പോയെന്നൊക്കെ ചോദിച്ച് ഇരമ്യാവിന്റെ നിലവിളി കേൾക്കാം, കരച്ചിൽ കേൾക്കാം. ഇന്ന് പകൽക്കാലം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന പ്രവാചകൻ, 2 പാപത്തെക്കുറിച്ച് അനുദപിക്കുവാൻ ആവശ്യപ്പെടുന്ന പ്രവാചകൻ, മാത്രമല്ല ജനം പാപം ചെയ്യുന്നത് കണ്ടിട്ട് പ്രവാസത്തിലേക്ക് പോകാൻ ഉള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ട് അടങ്ങിയിരിക്കുകയല്ല, അതേ ഓർത്ത് കരയുന്ന പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പാകെ നിലവിളിക്കുന്ന പ്രവാചകൻ, നിലവിളിക്കാൻ ആഹ്വാനം കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം നിലവിളിക്കുന്നു എന്നും കൂടെ നാം മനസ്സിലാക്കും. എന്നാൽ ദൈവത്തെ അവർ അനുസരിച്ചില്ല, അവർ മടങ്ങി വന്നില്ല. അത് നിമിത്തമായി പ്രവാസത്തിലേക്ക് അവർ പോകേണ്ടി വരും. സ്തോത്രം. 29-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രവാസത്തിലേക്ക് പോകുകയില്ലെന്ന് പറയുന്ന പ്രവാചകന്മാരെ കുറിച്ചൊക്കെ എവിടെ കാണാം. എന്നാൽ സ്തോത്രം, അവർ പ്രവാസത്തിലേക്ക് പോകുന്നു. ഈ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തോട് സ്തോത്രം, അവർ പ്രവാസത്തിലായിരിക്കുമ്പോൾ അവർക്ക് ആശ്വാസവചനങ്ങൾ പറയുന്ന ഇരമ്യാവിനെ കാണുവാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച ഇരമ്യാവിനോട് ദൈവം കൊടുക്കുന്ന ചില ദൂതുകൾ കൈമാറുകയും ഇരമ്യാവിനോട് പറയുകയാണ്. അതാണല്ലോ നമ്മുടെ കുറിവാക്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ധ്യാനിക്കാൻ വായിച്ച വാക്യം അതാണല്ലോ. സ്തോത്രം. എൻ്റെ ജനത്തിന്റെ പ്രവാസം ഞാൻ മാറ്റും. അപ്പോൾ നോക്കണം, ദൈവം ശിക്ഷ വിധിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ദൈവം ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്നവനും കൂടെയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ പ്രവാസം മാറ്റുവാൻ ഒരു കാലവുമുണ്ട്, പ്രവാസത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. സ്തോത്രം. അവിടെ നമ്മൾ 30-ാം അധ്യായത്തിലും 31-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സ്തോത്രം, പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുന്ന ജനത്തെക്കുറിച്ച്. സ്തോത്രം. 31 തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ആ കാലത്ത്
ഞാൻ ഇസ്രായേലിലെ സകല വംശങ്ങൾക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുന്നു. എന്ന് വെച്ചാൽ പ്രവാസത്തിൽ നിന്ന് മടക്കി കൊണ്ടുവരുന്ന ജനത്തിന്റെ സ്തോത്രം സന്തോഷത്തെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, 31:31 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. അപ്പോൾ ഒരു പുതിയ കാലത്തെ കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ. അതായത് ദൈവം പാപം ചെയ്ത ജനത്തിന് പ്രവാസം കൊടുത്തു എന്ന് സത്യമാണ്. എന്നാൽ ആ പ്രവാസത്തിൽ നിന്ന് ദൈവം തന്നെ അവരെ മടക്കിക്കൊണ്ടുവരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാബേൽ രാജാവ് എന്ന സ്തോത്രം ഒരു ജാതീയ രാജാവ് ഇസ്രായേലിനെ പ്രവാസത്തിലൊക്കെ വലിച്ചു കൊണ്ടുപോയെങ്കിൽ അതേ ദേശത്തു മറ്റൊരു ജാതീയ രാജാവായ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കോരശിനെ മടക്കിക്കൊണ്ടുവരുവാനും ദൈവം എഴുന്നേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. ഫറവോനെ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിനെ പീഡിപ്പിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു എന്നത് സത്യമാണ്. എന്നാൽ മോശയെന്നൊരു സ്തോത്രം വീണ്ടെടുപ്പുകാരനെയും ദൈവമാണ് എഴുന്നേൽപ്പിച്ചത് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ പ്രവാസം എന്നുള്ളത് എക്കാലത്തേക്കുമുള്ളതല്ല. പ്രാർത്ഥിക്കുന്നവന് പ്രവാസം ദൈവം മാറ്റിക്കൊടുക്കുന്ന ഒരു കാലം കൊടുക്കുമെന്നുള്ളത് ഈ വചനത്തിലൂടെ പറവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1:24 നമ്മൾ കാണുന്നത്, ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു എന്ന്. സ്തോത്രം. നമുക്കറിയാം, എലിസബത്തും സ്തോത്രം സെക്കരിയാവും ദൈവസന്നിധി നീതിയുള്ളവരും ഭക്തരുമായ ഒരു തലമുറയായിരുന്നു. ഒരു സ്തോത്രം നോക്കണം, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു തലമുറയില്ലാത്തതിന്റെ ഭാരം അവർ അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറയുന്ന ആദ്യത്തെ വാക്ക് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യൻ തുടർമാനമായി തന്റെ ജീവിതത്തിലുള്ള ആ ശൂന്യതയെക്കുറിച്ച് ഇവർ കുടുംബമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ദൂതൻ പറയുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ ഇന്ന് പകൽക്കാലം സ്തോത്രം 24 നമ്മൾ വായിക്കുന്നത് ആ നാളുകൾ കഴിഞ്ഞ ശേഷം. അപ്പൊ ചില നാളുകളുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത സ്തോത്രം, അല്ലെങ്കിൽ ചില പ്രവാസങ്ങളുടെ മേഖലയിലൂടെ കടന്നു പോകുന്ന ചില നാളുകൾ നമുക്കുണ്ട്. സ്തോത്രം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശാലമായി കാണുന്നത്. അതിന്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിക്കുവാനൊരു കാലം, മരിക്കുവാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കുവാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, വിലപിക്കുവാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം. ഇങ്ങനെ സ്തോത്രം ഒരു കാലങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു വലിയ പട്ടിക 3-ാം അധ്യായത്തിൽ സഭാപ്രസംഗിയിൽ കിടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, പ്രവാസം ദൈവജനത്തിനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എലിസബത്തിന്റെയും സെക്കരിയാവിന്റെയും ജീവിതത്തിൽ ഒരു കാലമുണ്ട്. സ്തോത്രം. അവർക്ക് തലമുറ ഇല്ലാതിരുന്നൊരു കാലം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ ഒത്തിരി കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കരയുന്ന കാലത്തെ കുറിച്ച്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുമ്പോൾ പ്രവാസം കഴിയുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ബോധ്യം കിട്ടും. സ്തോത്രം. ഈ കാലം എന്നുമുള്ളതല്ല, കരയുന്ന ഒരു കാലം എന്നുമുള്ളതല്ല, വിലപിക്കുന്ന കാലം എന്നുമുള്ള ഒരു കാലമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രോഗിയായിരിക്കുന്നത് എന്നും ഒരു കാലമല്ല. എന്നാൽ സ്തോത്രം പ്രാർത്ഥിക്കുന്നവന് സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ വിടുതലിന്റെ ഒരു കാലത്തെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ഹല്ലേലൂയ, ചില നാളുകൾ കഴിഞ്ഞ ശേഷം ചില കാലം കഴിയും. ആ കാലം കഴിഞ്ഞ് ഹല്ലേലൂയ നദി പോകുന്ന പ്രതിസന്ധിയോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ ഒരു വാക്കാണ് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവാസം, നിന്റെ ദുഃഖം, നിന്റെ വിലാപം, നിന്റെ രട്ട് അത് മാറുന്നൊരു കാലമുണ്ട്. ഹല്ലേലൂയ.
കരയുക, പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നുള്ളത് പ്രാർത്ഥനയാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കതിനൊരു മാതൃകയായിരുന്നല്ലോ. യേശു, ഹല്ലേലൂയ, സ്തോത്രം, ഗത്സമനയുടെ തോട്ടത്തിൽ, ഹല്ലേലൂയ, തന്റെ ശിഷ്യന്മാരുമായി സ്നേഹിച്ച, ഏറ്റവും അധികം തന്റെ ഒപ്പം നിർത്തുവാൻ ആഗ്രഹിച്ച പത്രോസും യാക്കോബും യോഹന്നാനെയും കൊണ്ട് പോയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാ സ്ഥലത്തിലും 11 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവരിൽ 3 പേരെയും വിളിച്ചുകൊണ്ട് കുറെ ദൂരം പോയി. പിന്നെയും താൻ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന മറ്റൊന്നുമായിരുന്നില്ല. താൻ അടുത്ത ഹല്ലേലൂയ നിമിഷങ്ങളിൽ, ഹല്ലേലൂയ, സ്തോത്രം, നേരിടേണ്ട പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ താൻ, സ്തോത്രം, ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രവാസത്തിന്റെ, പ്രതിസന്ധിയുടെ, പ്രയാസത്തിന്റെ ഘട്ടത്തെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രവാസം മാറുന്നൊരു കാലമുണ്ട്, കരച്ചിൽ മാറുന്നൊരു കാലമുണ്ട്, വേദന മാറുന്നൊരു കാലമുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ഹല്ലേലൂയ, കിട്ടുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആ നാളുകൾ കഴിയും, വേദനയുടെ നാളുകൾ കഴിയും, ദുഃഖത്തിന്റെ നാളുകൾ കഴിയും. ഹല്ലേലൂയ. നിനക്ക് സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും നൃത്തത്തിന്റെയും ജയത്തിന്റെയും ആർപ്പിന്റെയും ഒരു കാലം ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നീ പ്രവേശിക്കും. എന്നാൽ പ്രവാസങ്ങളുടെ കാലത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ബോധവൽക്കരിക്കുന്നത്. യിരെമ്യാവ് അങ്ങനെയാണ് ചെയ്തത്. പ്രവാസത്തെക്കുറിച്ച് ദൂത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് മാറുവാൻ വേണ്ടി, യഥാസ്ഥാനത്തിനു വേണ്ടി കരയുന്നൊരു പ്രവാചകനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്: അക്കാലം കഴിഞ്ഞ ശേഷം ദൈവം പുതിയൊരു നിയമം ഇസ്രായേലുമായിട്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മടക്കിക്കൊണ്ടുവരും. അവരെ വീണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് വാഗ്ദത്തം കൊടുത്ത കനാൻ നാട്ടിൽ അവരെ പാർപ്പിക്കും. അതേ ദൈവമക്കളെ, ശുഭകരമായ, ഹല്ലേലൂയ, സ്തോത്രം, പ്രത്യാശയുള്ള വാക്കുകളെ കൊണ്ട് കർത്താവ് നമ്മളെ ഈ പകൽക്കാലം നിറച്ചല്ലോ. കാലം മാറി സന്തോഷിപ്പിക്കുവാൻ കർത്താവ് ശക്തന്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിന് മുമ്പാകെ അടുത്തുചെല്ലാം. ഹല്ലേലൂയ. ദൈവം വിടുവിക്കുവാൻ ശക്തനായ ദൈവം. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവ്, ഈ പ്രഭാതത്തിൽ അവിടുത്തെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രവാസത്തിനൊരു കാലമുണ്ട്. ഹല്ലേലൂയ. അതേ കർത്താവേ, വിടുതലിനും ഒരു കാലമുണ്ട്. കർത്താവേ, ഇതിന്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും അതിന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നവന് പ്രവാസത്തിൽ ഒരു മോചനം ദൈവം കൊടുക്കുന്നുവെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. സഖരിയാവ്, ഹല്ലേലൂയ, സ്തോത്രം, എലിസബത്ത് പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, തലമുറ ഇല്ലാതിരുന്നൊരു കാലമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ലഭിച്ച ഒരു കാലവുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ, ശുഭതയുടെ ആ കാലം അങ്ങയുടെ ജനത്തിനു കൊടുത്ത് അവരുടെ മുഖത്തെ ആദരിച്ച് സഹായിക്കണം. കരുണയുള്ള കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവ്, ഹല്ലേലൂയ, പകൽക്കാലം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഈ ദിനം ജനത്തിന് അനുഗ്രഹമാക്കി തീർക്കണം. മഹത്വം അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.